പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണങ്ങാം. ഇന്ന് പൽക്കാലം ക്ഷേമത്തോട് ദൈവം നമ്മെ കൂട്ടിവരുത്തി. ദൈവത്തിൻ്റെ കരുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് ഗ്രഹിപ്പിച്ചു തരേണ്ടതിനായി തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ പ്രിയ ദൈവദാസനെ അതിനായി അധികാരപ്പെടുത്തേണ്ടതിനായി എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളോട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് പൽക്കാലം ഞാൻ സമർപ്പിക്കുന്നു, എന്റെ തെറ്റുകൾ എന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ കഴിയും? നന്ദിയോ യേശു മാത്രം മതി, നന്ദിയോട് എല്ലാ കരങ്ങളും ഉയരത്തിലേക്ക് ഉയർത്തി, എല്ലാ കരങ്ങളും ഈ ആലയത്തിൽ ഇരിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി നന്ദിയോട് എല്ലാ കരങ്ങളും ഉയരത്തിലേക്ക് ഉയർത്തി താമസമിന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുന്ന നമ്മുടെ കർത്താവ്, സൗഖ്യദായകനായ കർത്താവ്, കരുതുന്ന കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവ്, നമ്മെ കറക്റ്റ് ചെയ്യുന്ന കർത്താവ്, നമുക്ക് ശിക്ഷണം നൽകുന്ന കർത്താവ്, നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ യേശു മാത്രം മതി, എനിക്ക് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പ്രഭാതയാമത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇത് വൈകാലം കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും കൂടിവരോട് ദൈവം നമുക്ക് ദാനമായി തന്നു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കറിയാമല്ലോ, നമുക്ക് ടൈറ്റായിട്ടുള്ള സമയമാണ്. കൃത്യസമയത്ത് നമ്മൾ ഈ ഹോളിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതും ആവശ്യമായിരിക്കുകയാണ്. ദൈവം അതിനെല്ലാം വഴിയും വാതിലും തുറക്കുമെന്ന് പൂർണ്ണമായ നിശ്ചയമുള്ളവർക്കായി നമുക്ക് ദൈവം അതിന്റെ സാഹചര്യങ്ങളെയും ഒരുക്കി തരുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. പ്രത്യേകിച്ച് പ്രിയ രാജു പാപ്പച്ചൻ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ദീർഘവർഷങ്ങൾ ബോംബെയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഷാർജയില് ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ രാജ്യത്തും ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചർച്ചകൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. CCCയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയ ഷിജുബേ ബ്രദറും അനുവും ഞാനിവിടെ കടന്നുപോയി. പ്രിയപ്പെട്ടവനെ കാണുവാൻ കടന്നു ചെന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വർഷങ്ങളായി നമ്മൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന CCC ക്യാമ്പ് ഉംസേവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വളരെ സന്തോഷം തോന്നി. ഒരുപക്ഷെ വീണ്ടും ഒരു പ്രവർത്തനം അവിടെ ആരംഭിക്കുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം കൊട്ടാരക്കര നമ്മുടെ ഷിജു ബേബിയുടെ അയൽവാസിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ മുൻപോട്ട് പോയി. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ യാത്രയും നടത്തേണ്ടത് ആവശ്യമാണ്. എല്ലാം അനുഗ്രഹമായി തീരണം. പ്രിയ റിജേഷ് കുടുംബവും മടങ്ങി വരുവാനിടയായി പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തു. ആനന്ദരാജ് ബ്രദർ കുടുംബം ഇപ്പോൾ യാത്രയിലാണ്. കർത്താവ് സഹായിക്കുമാറാകും. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയം വിട്ടുകൊടുക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. പ്രിയ ദൈവദാസനെ
പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ദോഹ IPC ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ സ്റ്റഡിക്കായിട്ടാണ് ഈ ദേശത്തേക്ക് കടന്നു വന്നത്. നാളെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകും. നമുക്കും ഒരു മീറ്റിങ്ങിന് ലഭിക്കാൻ ഇടയായി. അതിനായി കരങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സെൻട്രൽ ചുമതല വഹിക്കുന്ന സെൻട്രലിൽ പെട്ടവരാണ് പ്രിയ കാവുങ്കരെ നമ്മുടെ സഹോദരങ്ങളും കുടുംബങ്ങളും. കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ദൈവദാസൻ, IPC പ്രസ്ഥാനത്തിന് അഭിമാനപൂർവ്വം നിലകൊള്ളുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. 2018 നമ്മുടെ ഇവിടുത്തെ കൺവെൻഷനോടനുബന്ധിച്ച് പ്രിയ ദൈവദാസനായിരുന്നു അവസാന ദിവസം ദൈവവചനം സംസാരിച്ചത്. പെട്ടെന്ന് അദ്ദേഹത്തിന് മടങ്ങി പോകേണ്ടതുകൊണ്ട് ആ കൺവെൻഷൻ ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മടങ്ങി പോകാനിടയായി. 2006 2004 ഞാൻ ഓർക്കുന്നില്ല, അബുദാബിയിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ 2 ദിവസത്തെ ബൈബിൾ സ്റ്റഡി പ്രിയ ദേവദാസൻ മൂലം നടത്തുവാനിടയായി. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനു മുമ്പ് മേരി ഗോപുരം അമ്മ അസുഖമാകുന്നതിന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ വെഴുവേലി കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചൊരു കൺവെൻഷൻ നടന്നു. അന്ന് പ്രിയ ദേവദാസന് ഒരു ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മേരി ഗോപുര് അന്ന് അവിടെ പ്രസംഗിച്ച് അത് കഴിഞ്ഞാണ് പെട്ടെന്ന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടായത്. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എല്ലാവർക്കും സുപരിചിതരായ ദേവദാസനെ ഞാൻ വാക്കുകൾ കൊണ്ട് പരിമിതിപ്പെടുത്തി ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം വിട്ടുകൊടുക്കുന്നു. വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. വളരെ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി ദൈവദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങളിലായിരിക്കും കർത്താവ് നമ്മെ സഹായിക്കുന്നതാണ്. ഭീതി കേളോ അപ്പനെ പ്രകാശങ്ങളോ അന്ധകാരം ഭീതി കേളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാവീർവാദം എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാവീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. മേഘ തൂണുകളാൽ അടിയനെ എന്നും നടത്തി. നീ മേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി. അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന പകലിൽ വിശുദ്ധ ആരാധനയിൽ മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രാർത്ഥനയോടുകൂടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ ജനം, നിങ്ങളുടെ മുൻപിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരം ജീവിതത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നു. ക്രിസ്തുവിൽ എനിക്ക് ഏറെ പ്രിയരായ ചില സഹോദരങ്ങൾ ഈ ആരാധനയിലുണ്ട്. IPC റാന്നി ഡിസ്ട്രിക്റ്റിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളിൽ
ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ആത്മബന്ധവും കടപ്പാടുമുള്ള കാവുങ്കലെ പ്രിയപ്പെട്ട ജോബി, വിശേഷിച്ച് പ്രിയപ്പെട്ട മജോ, അവരൊക്കെ എനിക്ക് സഹോദര തുല്യരും ഹൃദയം കവരുന്ന ആത്മബന്ധമുള്ളവരുമാണ്. ഈ പ്രദേശത്ത് വന്ന് പ്രിയപ്പെട്ടവരുമായി ഇങ്ങനെ അവിചാരിതമായിട്ടാണെങ്കിൽ തന്നെയും ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരം ഒരു ഭാഗ്യമായി തന്നെ കാണുന്നു. ഇന്ന് പകൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ ആരാധനായോഗത്തിൻ്റെ അതിപ്രധാനപ്പെട്ട സ്വഭാവം നാം ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ എത്തിയവരാണ്. ആഴ്ചയിൽ ഓരോ യോഗങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇത് ഒരു ബൈബിൾ ക്ലാസ് അല്ല, ഇത് ഒരു ഉണർവ് യോഗമല്ല, ഇത് ഒരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇത് ഒരു ആരാധനായോഗമാണ്. ആരാധന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടിതാവായ ദൈവത്തിന് സൃഷ്ടി നൽകുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന എന്ന് ഭാഷയിൽ പറയാം. നാം സേവിക്കുന്ന ദൈവത്തിന് നാം കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. എന്താണ് ആരാധന? ആരാധനയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. ആരാധന വാങ്ങലല്ല, ആരാധന കൊടുക്കലാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, പാരമ്പര്യ സമൂഹത്തിൽ നിന്നും വിശ്വാസ സത്യങ്ങളിലേക്ക് ചുവട് വെച്ചപ്പോൾ അവിടത്തേക്കാൾ നന്നായി ദൈവത്തെ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ വേണ്ടിയാണ് നാം വിശ്വാസത്തിലേക്ക് ചുവട് വെച്ചത്. ഞാൻ മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എപ്പിസ്കോപ്പൽ സഭകളുടെ ആരാധനയിൽ അവർ ഉപയോഗിക്കുന്ന കൗമയോ അനുബന്ധമായ ആരാധനാ കീർത്തനങ്ങളോ അത് കൃത്യമായി പഠിച്ചാൽ ഏതാണ്ട് 50-60ഓളം ഹല്ലേലൂയ സ്തോത്ര സ്വരങ്ങൾ ബോധപൂർവം പറയാൻ ഒരു ക്ലിപ്ത സമയത്തിനുള്ളിൽ ആൾ നിർബന്ധിതനാകും. 50-60ലധികം ഹല്ലേലൂയ സ്തോത്ര വാക്കുകൾ വായിൽ നിന്ന് ബോധപൂർവം ഉച്ചരിക്കാൻ നിർബന്ധിതമാകുന്ന ഇടത്തുനിന്ന് അതിനേക്കാൾ കൂടുതൽ ദൈവസന്നിധിയിൽ പറയണം എന്ന് പറഞ്ഞിറങ്ങിയവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധനയോട് യാതൊരു ബന്ധവുമില്ലാതെ പലപ്പോഴും ആരാധന ചിലവഴിക്കുന്ന രംഗം ഏറ്റവും സങ്കടകരമാണ്. ഇന്ന് പകൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് സ്വയം ഒരു ചോദ്യം ചോദിക്കണം: ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചുവോ? ഇവിടെ ഇരിക്കുന്ന ആരും മൗനമായിരിക്കരുത്. നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധനയുടെ സമയമാകണം. ആരാധന എന്താണ് എന്ന് ഒന്ന് ആമുഖത്തിൽ നിങ്ങളുടെ കൺമുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരാത്മപരിശോധനയ്ക്ക് അവസരമുണ്ടാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരാലോചന പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളുടെ മുൻപിലിരിക്കാം. ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വൈകാരിക വിപ്ലവം സൃഷ്ടിക്കുന്നതിനേക്കാൾ, ഒരു ധൃതി പ്രസംഗത്തേക്കാൾ വസ്തുതകൾ നിങ്ങളുടെ മനസ്സിൽ അക്കമിട്ട് ബോധ്യമായാൽ ഇടയായാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന പകലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ ആരാധനയ്ക്ക് അതിപ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രാകാരത്തിലെ ആരാധന, മറ്റൊന്ന് വിശുദ്ധ സ്ഥലത്തെ ആരാധന, മറ്റൊന്ന് അതിപരിശുദ്ധ സ്ഥലത്തെ ആരാധന. അപ്പോൾ ആ ആരാധനയുടെ പ്രാരംഭം പ്രാകാരത്തിലെ ആരാധനയാണ്. പ്രാകാരത്തിൽ സൂര്യവെളിച്ചവും വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കിൻ്റെ വെളിച്ചവും അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ്സിൻ്റെ വെളിച്ചവുമാണ്. ഒരു ദൈവപൈതൽ സഭായോഗത്തിന് വന്നാൽ പടിപടിയായി ഈ 3ാമത്തെ പ്രതലത്തിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ അവൻ്റെ ആരാധന അപകടകരമാണ്. ആരാധനയ്ക്കകത്ത് ഒരുവൻ മനസ്സുകൊണ്ട് താളം തെറ്റിയാൽ അവൻ സഹോദരവർഗത്തിന് ഘാതകനായി മാറും എന്ന ചരിത്രമാണ് ഉൽപ്പത്തിയുടെ ആദ്യ പേജുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാധനയിൽ ദൈവപ്രസാദം പ്രാപിക്കാതെ ഇറങ്ങിപ്പോകുന്നവൻ ആരാധകരുടെ ഇടയിൽ ഒരു കുലപാതകിയുടെ ഭാവമായി മാറും. എന്നാൽ ആരാധനയ്ക്കകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ ഒരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ ആയുധമായി മാറും.
അന്ധകാര ശക്തികൾ വ്യക്തികൾക്ക് നേരെ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ആത്മമണ്ഡലത്തിൽ മുറിക്കാനുള്ള അധികാരം ആരാധനയുടെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ആരാധനയുടെ തലം എന്ന് പറയുന്നത് പ്രാകാരത്തിലെ ഭാവമാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് സ്തോത്രയാഗത്തിൻ്റെ വേളയാണ്. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ പരിസര നിരീക്ഷണം നടത്തി ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ വന്നിരുന്ന് മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാപാറ നയത്തിലിരിക്കുന്നതല്ല ആരാധനയുടെ തുടക്കം. ആരാധനയുടെ തുടക്കം അവരുടെ ബോധപൂർവമായ സ്തോത്രയാഗമാണ്. സ്തോത്രമെന്ന് പറയാൻ മറ്റൊരാളിൻ്റെ പ്രേരണ ആവശ്യമില്ല. അറിയാതെ നമ്മുടെ നാവിൽ നിന്നും സ്തോത്രം ബോധപൂർവമായി ഉയരണം. നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും മനസ്സ് ഏകീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ ചിതറിയ ചിന്തകളെ ബോധപൂർവം പിടിച്ചു കെട്ടിക്കൊണ്ട് ഞാൻ അടുത്ത ഒരു 9 മണി വരെയുള്ള സമയം അല്ലെങ്കിൽ ക്ലിപ്ത സമയം എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വന്നതാണ്. മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന എല്ലാറ്റിന്മേലും ജയമെടുത്ത് എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ മനസ്സിന്മേൽ ജയമെടുത്തുകൊണ്ട് ആത്മാവിൽ വാ തുറന്ന് ശബ്ദമുയർത്തി ബോധപൂർവമായി ആരാധന തുടങ്ങണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ആരാധനയുടെ ആദ്യത്തെ പടി ബോധപൂർവമായ സ്തോത്രമാണ്. തിരുവെഴുത്ത് പറയുന്നു, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അങ്ങനെയെങ്കിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ബോധപൂർവമായ സ്തോത്രം ഉയരുകയാണ്. സ്തോത്രം, 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 സ്തോത്രം എന്ന് ലജ്ജ കൂടാതെ പറയുന്ന ദൈവമക്കളുടെ നാവിൽ അല്പ മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ആത്മാവിൽ നിറയുന്ന ഒരു സ്തുതിയിലേക്ക് വരും. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഒരിക്കൽ പോലും നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങൾ ആ സ്ഥാനത്തെത്തുകയില്ല. നിങ്ങൾ ബോധപൂർവമായി തീരുമാനിക്കണം, ഞാൻ ഇന്ന് ഉറങ്ങാനല്ല വന്നിരിക്കുന്നത്, ഞാൻ വിശ്രമിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ സ്തോത്രം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആ സ്തോത്രം ചില മിനിറ്റുകൾ തുടങ്ങിക്കഴിയുമ്പോൾ ആ സ്തോത്രത്തിലേക്ക് നടന്നെടുക്കുന്ന ദൈവമക്കൾ ഹൃദയം ദൈവസന്നിധിയിൽ നന്ദി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ആദ്യം നിൻ്റെ ഉള്ളിൽ കൃതജ്ഞതയാണ് ഉയരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ എത്രയോ പേർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ ആരോഗ്യത്തോടെ ഒരു സഭായോഗത്തിനു കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ അറിയാതെ നാവ് തുറക്കുന്ന ദൈവമക്കൾക്ക് ആ ഇരിക്കുന്ന ഇരിപ്പിൽ നാവ് തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കമുള്ള മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം വാ പൊളിച്ച് ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം കേട്ടോ. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ കുറഞ്ഞത്, കൂടിയും കുറഞ്ഞുമൊക്കെ വരാമെങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ 160 തവണ അടിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ പുറത്തു വന്ന സെറ്റായപ്പോൾ ഒരു 72 തവണ ഈ മാംസസഞ്ചി ചലിക്കുകയാണ്. ഓരോ മിടിപ്പിലും 2.5 ഔൺസ് രക്തം രക്തധമനികളിലേക്ക് തള്ളിക്കയറുകയാണ്. 15,000 കോടി നാഡീകോശങ്ങളും 25,000-ഓളം ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള 1.5 കിലോ ഭാരമുള്ള ഏറ്റവും വലിയ പ്രവർത്തന കേന്ദ്രമായ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ വൈറ്റമിൻസുകളുടെ വെള്ളത്തിൻ്റെ 80% ഉപയോഗിക്കുന്ന തലച്ചോറ് മുതൽ കാൽപാദം വരെ ഉള്ള എല്ലാ നേർവുകളിലൂടെയും നിരന്തരം പമ്പിങ് നടത്തുന്ന ആ നോൺ സ്റ്റോപ്പ് പമ്പ് ചലിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഈ സകല തലമുടി നാരിയ കീറിയ നേർവുകളെയും ഒരുപോലെ വലിച്ച് നീട്ടിവെച്ചാൽ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ഈ പച്ചപ്പട്ട് വിരിച്ച ഭൂമിയെ 2 ആവർത്തി വലിച്ചു ചുറ്റാനുള്ള നേർവുകൾ ഇതിനകത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക്. ഇത്രയും ദൈർഘ്യമുള്ള നേർവുകളിലൂടെ നിരന്തരം പമ്പിങ് നടത്തുന്ന ഈ പമ്പ് ഹൃദയം എന്ന ആ മാംസസഞ്ചി അവിടെ ഇരുന്ന് ഇടനെഞ്ചിൽ പണി നടത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി കേട്ടോ. കഴിഞ്ഞ രാത്രിയിൽ ഗാഠമായി ഉറങ്ങിയപ്പോൾ നിന്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇത് ഇടനെഞ്ചിൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
70 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ കുറഞ്ഞത് 250 കോടി തവണ, 250 ലക്ഷമല്ല, 250 കോടി തവണ ഇത് ഇടിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ ഇടർച്ചയിൽ നിന്ന്, ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങൾ ദൈവത്തിൻ്റെ കരുതലിൽ മറച്ച് ആരോഗ്യത്തോടെ ഈ ഹോളിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ അധരങ്ങൾക്ക് ബലം നൽകിയ മഹാദൈവത്തിൻ്റെ കരുതൽ ഓർക്കുന്ന ഒരു ദൈവ പൈതൽ ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ബോധപൂർവം നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി എന്ന് പറയാൻ നിങ്ങളുടെ നാവുകൾ ചലിച്ചു തുടങ്ങുമ്പോൾ അത് ബോധപൂർവമായ ആരാധനയാണ്. ഓർക്കുക, ആ ആരാധന സ്തോത്രമൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടത് അവസാനിക്കുകയല്ല, അപ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറയും. രണ്ടാമത്തെ ഘട്ടമായ ആത്മാവിൻ്റെ നിറവിലോട്ട് കയറുമ്പോൾ അത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൻ്റെ ചലനം ആരംഭിക്കും. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാകും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഭാഷയാലും നിങ്ങളുടെ നാവുകൾ ചലിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ദൈവമക്കൾ രണ്ടാമത്തെ പ്രതലത്തിലോട്ട് കയറും. ആത്മമണ്ഡലം നിങ്ങളുടെ കൺമുൻപിൽ തുറക്കപ്പെടും. ദൈവദൂതന്മാരുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് കടുങ്കെട്ടു വീണ നിങ്ങളുടെ കുടുംബ വിഷയങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇടപെടാൻ തുടങ്ങും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ ആരാധനയുടെ ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ അധികം താമസിക്കാതെ മൂന്നാമത്തെ തട്ടിലോട്ട് കയറും. അവിടെയാണ് കൃപാസനം ഇരിക്കുന്നത്. അവിടെയാണ് കെരൂബുകളുടെ നടുവിൽ തേജസ് ഇറങ്ങി വസിക്കുന്നത്. അവിടെയാണ് ദൈവ സാന്നിധ്യം എഴുന്നള്ളി ഇറങ്ങുന്നത്. അവിടെയാണ് കർത്തൃ സാന്നിധ്യം വെളിപ്പെടുന്നത്. അവിടെ കൃപാസനത്തിങ്കലേക്ക് ദേഹം എന്ന തിരശീലയിൽ കൂടെ ജീവനുള്ള പുതുവഴി തുറന്ന കർത്താവിനെ ആത്മാവിൽ ആരാധിക്കത്തക്ക വിധത്തിൽ ഓരോ ദൈവവൈതലിന്റെ ഹൃദയം നിറയുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിലും മഹത്വം. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആകണം. ഒരു പുതിയ നിയമ ദൈവ പൈതലിൻ്റെ ആരാധന പൂർണ്ണമാകേണ്ടതിന് ഭൗതികതയൊന്നും പ്രസക്തമല്ല. അതിന് അതിപ്രധാനമായ മറ്റൊരു കാരണമുണ്ട്. എന്താണ് ആരാധന എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു കൊച്ചുദാഹരണത്തിലൂടെ ആമുഖത്തിൽ ഞാനിത് സ്ഥാപിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രീകരിക്കപ്പെടാത്ത മുഴുവൻ ആരാധനയും അപകടകരമാണ്. സ്തോത്രം. നാടാണ് രംഗം, നമ്മുടെ നാട്. ഒരു നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ആ നദിയുടെ കരയിൽ ഒരു വലിയ വൃക്ഷം നിൽപ്പുണ്ട്. ആകാശമുട്ട നിൽക്കുന്ന ഒരു വലിയ വടവൃക്ഷം ആ നദിയുടെ കരയിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് മനോമണ്ഡലത്തിൽ, മാനസിക ചിത്രത്തിൽ അത് കാണാം. അതിൻ്റെ ചുവട്ടിൽ കുറേ ആളുകൾ പരിസര നിരീക്ഷണം നടത്തിയും സ്വകാര്യ സംഭാഷണം പറഞ്ഞും നാടൻ ഭാഷയിൽ സൊറ പറഞ്ഞും ഒക്കെ നിൽക്കുകയാണ്. തൊട്ടു താഴത്തെ കടവിൽ കുറേ സ്ത്രീകൾ അലക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നദിയുടെ കരയിൽ നിൽക്കുന്ന ഈ വലിയ വൃക്ഷത്തിൻ്റെ വേര് പൊട്ടിത്തകർന്ന് നിൽക്കുന്ന നദിയുടെ ഓരത്ത് പുറത്ത് തള്ളി നിൽക്കത്തക്ക വിധം ഒരു കയത്തിലേക്ക് താണു കിടക്കുകയാണ്. നീലിമ കലർന്ന് വെള്ളം ആ കയത്തിൽ ഒഴുകി നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ രംഗം മനസ്സിൽ കണ്ട എത്ര പേര് ഇവിടെയുണ്ട്? സ്തോത്രം. ആരാധന എന്താന്ന് പറയാൻ വരിക. പെട്ടെന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കാല് തെറ്റി കയത്തിൽ പോയി. സ്തോത്രം. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഈ അമ്മമാർ അലക്കിക്കൊണ്ടും മറ്റും ആ കടവിൽ നിൽക്കുന്ന അമ്മമാർ അത് നേരിട്ട് കണ്ടിട്ട് അലറി വിളിക്കുകയാണ്. ഈ മനുഷ്യൻ കയത്തിൻ്റെ ആഴങ്ങളിലേക്ക് താണു. പതച്ച് 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 മുകളിലേക്ക് പൊങ്ങി വരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം ആളുകൾ ഒന്നും കണ്ടു.
കണ്ടപ്പോഴേക്കും കണ്ണൊതളഞ്ഞ പോലെ തള്ളി, വായിലൂടെ പതയും നുരയും ചാടി അല്പമൊന്ന് തുടിച്ചിട്ട് വീണ്ടും താഴോട്ട് പോവുകയാണ്. സ്തോത്രം. കരയ്ക്ക് ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. ഈ സ്ത്രീകൾ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നു, അലച്ചു വിളിക്കുകയാണ്. ഈ അവസാന ഘട്ടം അടുത്തപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴത്തെ വെള്ളക്കയത്തിലേക്ക് എടുത്തൊരു ചാട്ടം. അയാൾ നീർക്കാങ്കുഴിയിട്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ നീർക്കാങ്കുഴിയിട്ട് വെള്ളത്തിനടിയിലേക്ക് ചെന്ന് ഇവൻ്റെ തലമുടിക്ക് കയറി പിടിച്ച് ഇവനെ പുറകോട്ട് വലിച്ചു 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 കൊണ്ടുവന്ന് ഒരു വിധത്തിൽ മണൽത്തിട്ടയിലേക്ക് തള്ളി. ഇവൻ അല്പം ഛർദ്ദിച്ചു, ഇവൻ രക്ഷപ്പെട്ടു. ഈ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പരന്നു. ഇന്നടത്തെ ഇന്നയാളിൻ്റെ മകൻ സ്വന്തം ജീവൻ പണയം വെച്ച് ഇന്നയാളിനെ മരണക്കയത്തിൽ നിന്ന് ജീവന്റെ തുരുത്തിലേക്ക് രക്ഷപ്പെടുത്തി. നാട്ടിൽ പഞ്ചായത്തുകാർ ഒരു കാര്യം തീരുമാനിച്ചു. ധീരതയ്ക്കുള്ള പ്രാദേശിക അവാർഡ് നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇതാ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ ആ മീറ്റിംഗ് കാണുന്നു. നാട്ടുകാർ മുഴുവൻ നാട്ടിലെ ഒരു പ്രത്യേക ഫീൽഡിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ സ്റ്റേജിലുണ്ട്. അവിടെ ആ രക്ഷപ്പെട്ട ചെറുപ്പക്കാരനുണ്ട്, രക്ഷപ്പെടുത്തിയവനുമുണ്ട്. ഇവിടെ ആശംസാ സന്ദേശങ്ങൾ ഉയരുകയാണ്. നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നതേ ആരാധന എന്താണെന്നാണ്. ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് പുകഴ്ത്താൻ തുടങ്ങി. എന്താ? ഇദ്ദേഹത്തിൻ്റെ അപ്പനെ എനിക്കറിയാം, വല്യപ്പനെ അറിയാം, അപ്പൂപ്പനെ അറിയാം. ഇവർ കുടുംബമായി തന്നെ വിശാല ഹൃദയമുള്ളവരാണ്. ഇവരുടെ മനസ്സ് വേമ്പനാട്ട് കായൽ പോലെയാണ്. ഒരാൾക്കൊരാവശ്യമുണ്ടായാൽ ഏത് സമയത്ത് ഓടിയെത്തുന്നൊരു കുടുംബത്തിൽപ്പെട്ടയാളാണ് എന്നൊക്കെ ഓരോരുത്തരും പുകഴ്ത്തി. അവസാനം രക്ഷപ്പെട്ടവൻ എഴുന്നേറ്റു. എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെട്ടവൻ രക്ഷപ്പെടുത്തിയവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ നനയാൻ തുടങ്ങി, അവൻ്റെ മുഖം വിതുമ്പാൻ തുടങ്ങി. വാക്കുകൾ എന്തൊക്കെയോ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. രക്ഷപ്പെടുത്തിയവനെ നോക്കുമ്പോൾ രക്ഷപ്പെട്ടവൻ്റെ ഉള്ളിൽ ഉയരുന്ന ഒരു വികാരമുണ്ട്. അതാണ് ആരാധന. ഇന്ന് രാത്രി കിട്ടാനുള്ള പണത്തിന് വേണ്ടിയല്ല, ഇന്ന് രാത്രി പണിയുന്ന ബിൽഡിങ്ങിന് വേണ്ടിയല്ല, മക്കൾ വിദേശത്തായതുകൊണ്ടല്ല, ശരീരത്തിൻ്റെ ആരോഗ്യ നിമിത്തമല്ല, നിത്യ നരകത്തിന് ഓഹരിക്കാരനായ എന്നെ കാൽവറി മുഖാന്തരം രക്ഷപ്പെടുത്തിയ എൻ്റെ രക്ഷകനോടുള്ള സ്നേഹം നിമിത്തം രക്ഷപ്പെടുത്തപ്പെട്ട നിനക്ക് രക്ഷപ്പെട്ടവനെ കാണുമ്പോൾ ഉള്ളിൽ ഉയരുന്ന ഒരു കൃതജ്ഞതയുണ്ട്. അതാണ് ആരാധന. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലെ, ആരൊക്കെ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും, ആരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ഇല്ലെങ്കിലും, ആത്മാവിൽ ആരാധിക്കുന്ന നിന്റെ അകത്ത് കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്ര സ്വരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമെങ്കിൽ ചില ബന്ധനങ്ങൾ ഇവിടെ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആത്മമണ്ഡലം ഇവിടെ കത്തി ജ്വലിക്കട്ടെ. പാതാള ശക്തികൾ ഇവിടെ ബന്ധിക്കപ്പെടട്ടെ. ദൈവാത്മാവിൻ്റെ പ്രവാഹം ഇവിടെ സംഭവിക്കട്ടെ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ് ഇവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ മീതെ വ്യാപരിക്കട്ടെ. സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ് ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊടുകയാണ്. ആരാധിക്കുന്ന നിന്റെ ഉള്ളിൽ നിന്നും നടത്തിയ ദൈവത്തിൻ്റെ കരുതലോർത്ത് നന്ദി കരേറ്റുക. മറക്കരുത്, ആരാധ്യനായ ദൈവത്തിന് ആരാധകനായവൻ കൊടുക്കുന്ന അധരാർപ്പണമാണ് ആരാധന. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ക്രൂശിനെ മാത്രം കണ്ണുകൾ ഉയർത്തി ഒന്ന് കണ്ടേ. അന്ത്യന്യായവിധിയിൽ കത്തുന്ന അഗ്നിപുകയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട എന്നെ തൻ്റെ പുത്രനെ തന്ന് സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, നന്ദി കർത്താവേ, നന്ദി. ഹബ്ദൽ കടകന ദിഗജകൾ കടകരൗദര കൂടെ പറപ്പേ. കഴിഞ്ഞ ആഴ്ചത്തെ കണ്ണടഞ്ഞു പോകാമായിരുന്ന വാഹന ഡ്രൈവിങ്ങിൽ നീ ഈ മണ്ണ് വിടാമായിരുന്നു. വാത്സല്യ സഹോദര,
കഴിഞ്ഞ ദിവസം നിനക്ക് ഹൃദയത്തിന് സംഭവിച്ച വേദന ഹാർട്ട് അറ്റാക്കായി മാറി നിന്റെ ശരീരം ഈ മണ്ണിൽ നിന്നും ബ്രീഫ് കേസുമായി വന്ന നീ ഒരു കാർ കേസിൽ തിരിച്ചു പോകാമായിരുന്നു. എന്നാൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ ഇടർച്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് അനർത്ഥം അടുത്തു വന്നപ്പോൾ കിളച്ചു വളമിട്ട ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ സഭായോഗത്തിലിരുന്ന് കരങ്ങൾ ഉയർത്തി പറയണം, നന്ദി കർത്താവേ, നന്ദി, നടത്തിയ വിധങ്ങൾക്കായി നന്ദി. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒരു അസാധാരണ ആത്മവ്യാപാരം പകർന്നിറങ്ങട്ടെ. ചില ശിരസ്സുകളുടെ മേൽ ദൈവാഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്നത്തെ സഭായോഗത്തിൽ ആത്മസ്നാനത്തിലേക്ക് അന്യഭാഷ അടയാളത്തോടെ ചില വ്യക്തികൾ നടത്തപ്പെടട്ടെ. ചില കണ്ണുകൾ ദർശനത്തിനായി തുറക്കട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഗ്ലോറി 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 ഗ്ലോറി. ഞങ്ങൾ ഈ സദസ്സിനെ അനുഗ്രഹിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ തന്നെ ഇന്ന് പകൽ അല്പസമയം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ഭാഗം ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നതാണ്. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി എന്ന് പറയാമോ? ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും. രണ്ടാം ഭാഗം പറയുവാൻ സമയം എത്രയും കിട്ടുമെന്നറിയില്ല, എങ്കിലും എൻ്റെ കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിക്കും. എങ്കിലും റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31, 32. റോമാലേഖനം 8-ാം അധ്യായം 31, 32 ശാന്തമായി തുറന്ന് നിങ്ങളെല്ലാവരും ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റോമാലേഖനം 8-ന്റെ 31, 32 വായിച്ചാൽ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ അനാദി നിർണയം. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ആ പുസ്തകം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇതുമായി ഇന്ന് പകൽ യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. റോമാലേഖനം 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ വിശ്വാസത്താൽ ഉള്ള നീതീകരണം എന്ന അതിപ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ഉപദേശം, ചരിത്രം, പ്രവചനം എന്നീ 3 ഉൾപ്പിരിവുകളുണ്ട്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഉപദേശം, പ്രവചനം, ചരിത്രം എന്ന 3 ഉൾപ്പിരിവുകളുണ്ട്. ഇതിൽ പുതിയ നിയമത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ലേഖനം റോമാലേഖനമല്ല. പുതിയ നിയമത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾക്കിടയിൽ ഒന്നാമതായി കുറിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തസഹോദരൻ എഴുതിയ ഒന്നാമത്തെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഏതെന്ന് പറയാമോ? യാക്കോബ്. യേശുക്രിസ്തുവിൻ്റെ രക്തസഹോദരനായ ഒരു ഉദരം പങ്കുവച്ച യാക്കോബ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ സംഘമായ സഭ ചരിത്രത്തിൽ സംഘടിത ആരാധനയിലേക്ക് മാറുന്നതിന് മുൻപ് പ്രാരംഭത്തിൽ കുറിച്ച
ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. അതാണ് ഒന്നാമത്തെ പുതിയ നിയമത്തിലെ പുസ്തകം. മത്തായി സുവിശേഷം എഴുതുന്നതിന് മുൻപ് എഴുതപ്പെട്ടതാണ് യാക്കോബിൻ്റെ ലേഖനം. എന്നാൽ ലേഖനങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം ചേർത്തിരിക്കുന്നത് റോമാലേഖനമാണ്. എഴുതിയ കാലത്തിൻ്റെ ക്രമത്തിലല്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിൻ്റെ ക്രമത്തിലാണ് ദൈവാത്മാവിയുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിശ്വാസയോട്ടത്തിൻ്റെ തുടക്കം എവിടെയാണോ അതാണ് റോമാലേഖനത്തിലെ ഇതിവൃത്തം. റോമാലേഖനം ഒരു മനോഹര ഗ്രന്ഥമാണ്. വേദപുസ്തകം ഒരു മുദ്രാമോതിരമാണെങ്കിൽ അതിൻ്റെ രത്നഖചിതമായ രത്നം തിളങ്ങുന്ന ഭാഗമാണ് റോമാലേഖനമെന്നും അതിലേറ്റവും ദീപ്തമായ രത്നക്കല്ലിൻ്റെ ഷാർപ്പായ ഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം എന്നുമാണ് വേദശാസ്ത്രികളുടെ ചിന്ത. അതിൽ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ വാളോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ജീവനോ മരണത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ അതിപ്രധാനപ്പെട്ട ഒരു പ്രമേയം പൗലോസ് കൈകാര്യം ചെയ്തിട്ട് താൻ വിളിച്ചു ചോദിക്കുകയാണ്: അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എന്തുകൊണ്ട്? അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്തുകൊണ്ട്? അതുകൊണ്ട് എന്ന ചോദ്യം എന്തുകൊണ്ട് എന്ന ഇതിവൃത്തത്തിലേക്ക് വരികയാണ് ഇവിടെ. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ പറയാം. അവിടെ തൊട്ടു മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് രാപ്പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ മനസ്സിലോട്ട് ഈ വചനമൊന്ന് കയറി പിടിച്ചിട്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിച്ചൊന്ന് സ്തോത്രം ചെയ്യണം. എന്താ ദൈവത്തിൻ്റെ ദാസ താങ്കൾ പറയുന്നത്? ദൈവദാസൻ പറയുകയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. ശ്രദ്ധിക്കൂ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് അത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ ദിവസം അടുക്കുമ്പോൾ അത് നന്മയാക്കി മാറ്റുന്ന ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരന്ധകാര ശക്തികൾക്കും ഒരു പൈശാചിക പോരാട്ടങ്ങൾക്കും ഒരാവാഹിച്ചു വിട്ട ദുരാത്മവ്യാപാരത്തിനും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു തേജസ്സിൻ്റെ കരം നിന്റെ ജീവൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. ഇന്നത് തിന്മയായി തോന്നിയാലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം: ഇന്നെൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ഞാൻ ആത്മക്കണ്ണുകൾ കൊണ്ട് ചില നന്മകൾ കാണുന്നു. അതിന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു ദിവസം നിത്യതയിൽ അത് വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? സകലതും നന്മയ്ക്കാണോ? പ്രിയപ്പെട്ടവരെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ,
മൊർദെഖായിയുടെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ഉയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഹാമാന്റെ കൂട്ടുകെട്ടുകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അതിന്ന് നിനക്ക് തിന്മയായി തോന്നിയാലും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റും എന്ന ബോധ്യമുള്ള ദൈവത്തിൻ്റെ മക്കൾ ഈ പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ അനുഭവിക്കുന്ന റോസാപ്പൂക്കളെ നോക്കിയല്ല, സഹിക്കുന്ന മുള്ളുകളെ നോക്കിയിട്ട് പറയണം, ഇതിൻ്റെ പുറകിൽ എന്തോ നന്മ എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ശക്തിയില്ലെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തത്രയങ്ങളിൽ പ്രധാനിയായ അബ്രഹാം മകനേക്കാൾ കൂടുതൽ ആയുസ് ജീവിച്ചിരിക്കുകയും വാർദ്ധക്യത്തിൽ പുനർവിവാഹം കഴിച്ച് കെതൂറയിലൂടെ തലമുറകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യത്തക്ക വിധം അരോഗതൃഢഗാത്രനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇസഹാക്ക് അപ്പൻ്റെ പകുതി പ്രായം കഴിഞ്ഞപ്പോഴേക്കും 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു? സ്വന്തം മക്കളെ തപ്പി നോക്കേണ്ട നിലയിലേക്ക് ഒരു ദൈവദാസൻ എത്തിച്ചേർന്നു. മോനെ ഇസഹാക്കേ, നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ 2 മക്കളാണെന്നും അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും ആ ദൈവത്തിൻ്റെ പദ്ധതി. നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ അനുഗ്രഹം മൂത്തവൻ്റെ തലയിലെത്തും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ നിന്റെ അനുഗ്രഹം വഴിമാറി യാക്കോബിലെത്തും. തിരശീലയ്ക്ക് പുറകിൽ ദൈവം നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടികൾ നിവർത്തിച്ചെടുക്കേണ്ടതിന് നീ അറിയാത്ത ചില ശോധനകൾ നിന്റെ വീട്ടിൽ അനുവദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു, നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് ഇന്ന് നിനക്ക് തിന്മയെന്ന് തോന്നിയാലും ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആത്മമണ്ഡലത്തിൽ നീ വിളിച്ചു പറയും, എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി അത് ചെയ്തു. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ഇതേത് തലമുറയുടെ ബന്ധനമാണ്? ഇതേത് കുടുംബത്തിൻ്റെ കടുങ്കട്ടാണ്? എൻ്റെ മാതാപിതാക്കളിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് പകർന്നു കിട്ടിയ ശാപത്തിൻ്റെ ബന്ധനം എൻ്റെ ഭവനത്തെ ഭരിക്കുകയാണ് എന്ന് നിൻ്റെ മനസാക്ഷിയോട് സംസാരിക്കുന്ന ചോദ്യങ്ങൾക്ക് നടുവിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, ഇന്ന് എനിക്കത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ കരുതലിന് സ്തോത്രം ചെയ്യുന്ന പകൽക്കാലം തീരട്ടെ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഭായോഗത്തിൽ വ്യക്തിപരമായി ഇടപെടുകയാണ്. ഇന്നത്തെ അനുഭവിക്കുന്ന കണ്ണുനീരുകൾ അവസാനത്തെ ദിവസങ്ങളിലെ നന്മയ്ക്കായി മാറത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ അനാഥയായി. എസ്തേറെ, നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവൻ്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ചു വളരുന്നതിന് മുൻപ് തന്നെ നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത കാര്യപരിപാടി നിറവേറ്റപ്പെടണമെങ്കിൽ ചില പ്രതിസന്ധികൾക്കകത്തൂടെ നീ കടന്നുപോയേ പറ്റുകയുള്ളൂ. ഇന്ന് നീ അനുഭവിക്കുന്ന ചില ശോധനയുടെ കാരണം എന്താണെന്ന് നീ ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ ആരാധനയ്ക്കകത്ത് വന്നിരിക്കുന്നതെങ്കിലും ദൈവാത്മാവ് തോളിൽ കൈവച്ചൊരു ദൂത് വിളിച്ചു പറയുന്നു, നീ നിത്യതയുടെ ചുവടുകളിൽ എത്തിച്ചേരുന്നതിന് മുൻപ് നിന്നെ പണതെടുക്കേണ്ടതിന് ഈ പരിശോധന എൻ്റെ അപ്പച്ചൻ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണ്. അതിൻ്റെ പുറകിൽ മനുഷ്യൻ്റെ കരമല്ല, മഹാദൈവത്തിൻ്റെ കരം തന്നെ ചലിക്കുന്നു. ഇവിടുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 3 ഡെഡ് ബോഡികൾ ഒരു വീട്ടിൽ നിന്നും പുറത്തു പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്ത് പറയും? മുടിഞ്ഞു, ഇനിയും തലപൊക്കില്ലവർ.
സ്തോത്രം. സാധാരണ ശവമടക്ക് നടത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവസാനത്തെ ശുശ്രൂഷാഘട്ടത്തിൽ കരഞ്ഞു പോയിട്ടുള്ള ചില പ്രത്യേക ശവമടക്കുകളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നാട്ടിലെ ഡെഡ് ബോഡിയുടെ ശുശ്രൂഷകൾ ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അവസാനമായി പെട്ടി കുഴിക്കരയിൽ വരും. അവസാനത്തെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് മുഖം മൂടുക എന്ന ചടങ്ങാണ്. മരിച്ചു കിടക്കുന്നത് 70കൾക്ക് മുകളിലുള്ള ആളാണെങ്കിൽ അങ്ങനെ കണ്ണു നനയുന്ന രംഗം കണ്ടിട്ടില്ല. എന്നാൽ 30കൾ അടുത്ത 30-35കളിൽ എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ വല്ലാത്ത പരിതസ്ഥിതിയായിരിക്കും. പവിത്ര തൃത്വം ഉദ്ധരിച്ച് മുഖം മൂടാൻ പറയുന്ന സമയം ആ മനുഷ്യൻ്റെ വിധവ പിഞ്ചു കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചലറുന്ന ഒരു കാഴ്ച ഹൃദയഭേദകമായി അവസാന സമയം നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ കണ്ടിട്ടുള്ളൊരു സമാന സ്വഭാവമുള്ള സംഭവം പറയാം. ഈ അമ്മ അലറിക്കറിയുമ്പോൾ അമ്മ അടുത്ത് നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ ഒരാൺകുഞ്ഞ്, അത് കൈക്കുഞ്ഞാണെങ്കിലും അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വല്ലാതെ സമനില വിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്. പല ശവമടക്കുകൾ നടത്തുന്നത് കൊണ്ട് സമാന രംഗത്തെ നിരീക്ഷിച്ചപ്പോൾ എനിക്കതിനകത്തൊരു മനഃശാസ്ത്ര തത്വം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഈ അമ്മയുടെ കരച്ചിലിൻ്റെ പുറകിലെ മനഃശാസ്ത്ര തത്വം, മോനെ ഞാൻ വിധവയായി, എന്നാൽ ഞാൻ അനാഥയല്ല. എന്നെ നോക്കാൻ ഒരാൺതരി എന്ന നിലയിൽ എൻ്റെ കുടുംബത്തെ നയിക്കാൻ നീ എൻ്റെ മോനായിട്ടുണ്ട്. ഞാൻ വിധവയാണ്, എൻ്റെ ഭർത്താവ് പോയി, പക്ഷെ ഞാൻ അനാഥയല്ല, നീ എനിക്കുണ്ടല്ലോ. ഇതാണ് ആശ്വാസം. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഒരു വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പുറത്തു പോയി ആശ്രയത്തിന് ജന്മം കൊടുത്ത ഒരു മകനുണ്ടെങ്കിൽ അനാഥത്വമില്ല, വൈധവ്യമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ നവോമിയുടെ വീട്ടിലേക്ക് നോക്ക്. അനാഥത്വം ആദ്യം സംഭവിച്ചു, ഭർത്താവ് മരിച്ചു. അധികം താമസിക്കാതെ 2 ഡെഡ് ബോഡികൾ കൂടെ പുറത്തു പോയി, 2 മക്കളുടെ ബോഡികൾ. നാട്ടുകാർ പറഞ്ഞു, മുടിഞ്ഞു, ഇനി ഈ കുടുംബം തലപൊക്കില്ല. ആ സ്ത്രീ അലറിക്കൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്, നിങ്ങളെന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതൻ എങ്കൽ അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു. നാട്ടുകാരെന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിച്ചപ്പോൾ അനാഥത്വവും വൈധവ്യവും ഒരുപോലെ തകർത്തെറിഞ്ഞ് ആ കുടുംബത്തിൽ നിന്ന് ദാവീദിൻ്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ചുകൊണ്ട് യേശുവിൻ്റെ വല്യമ്മച്ചി ആകത്തക്ക വിധം അവളുടെ ചരിത്രത്തെ തിരിച്ചു കറക്കിയ ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് പകൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശോധനകൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റാൻ ശക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പറയണം, എൻ്റെ ജീവൻ്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. അത് സാധാരണ കരമല്ല. 5 നിർണയങ്ങൾ എൻ്റെ ജീവൻ്റെ പുറകിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ കരം 5 വിരലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾ അകത്തോട്ടൊന്ന് കയറണം. 5 വിരൽ, 5 കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങളെ ദൈവം രക്ഷയ്ക്ക് വിളിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ, ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണെന്ന്. പോരാ പോരാ പോരാ, ഇത്രയും ശബ്ദം പോരാ. ആ വലതുകരം ഒന്ന് ഉയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ 5 വിരലേലും ഞാൻ പറയുന്ന 5 നിർണയങ്ങൾ ഉറപ്പിച്ചു പിടിച്ചുകൊണ്ട് വേണം ഈ സഭായോഗത്തിൻ്റെ ഈ വചന ശുശ്രൂഷയുടെ ഒടുവിലത്തെ മിനിറ്റുകളിൽ സ്തോത്രം ചെയ്യാൻ. ഇതകത്തോട്ടൊന്ന് കയറണം. അവൻ മുന്നറിഞ്ഞവരെ. എന്താ മുന്നറിവ്? പ്രീ ഡെസ്റ്റിനേഷൻ മുന്നറിവ്, പ്രീ നോളജ് മുന്നറിവ് എന്ന് പറഞ്ഞാൽ ലോകം അറിയുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിന്നെ അറിഞ്ഞു. നിൻ്റെ അപ്പനുണ്ടാകുന്നതിന് മുൻപ്,
നിന്റെ അമ്മയുണ്ടാകുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിക്ക് ദൈവം ശൂന്യതയിൽ നിന്ന് വൃത്തം വരച്ച് വിളിച്ചു വരുത്തുന്നതിന് മുൻപ്, ആദിമേ ആദാമിനെ തൃക്കരങ്ങളാൽ മെനയുന്നതിന് മുൻപ്, ഈ നക്ഷത്ര ഗോളങ്ങളും നെബുലകളും ഗാലക്സികളും ഉണ്ടാകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഭൂതകാല നിത്യതയിൽ, ഇന്നലകളുടെ നിത്യതയിൽ, ഭാവികാല നിത്യതയിൽ വെളിപ്പെടേണ്ട ആ പുത്തനാം യെരൂശലേമിൻ്റെ തങ്കത്തളങ്ങളിൽ തേജസ്സിൻ്റെ പുത്രനായി എത്തിച്ചേരേണ്ടതിന് നിന്റെ കുടുംബത്തിൽ നീ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിന്റെ മേൽ തൻ്റെ നിർണയം വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ശോധനകൾക്കകത്തൂടെ കടത്തിവിട്ട് എൻ്റെ ദൈവം നിന്നെ ഇവിടെ എത്തിച്ചതെന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ വാടകയ്ക്കെടുത്തതല്ല, എന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, എന്നെ ഒറ്റയ്ക്കെടുത്തതല്ല, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിലേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഈ ദൈവാഭിഷേകം ചലിച്ച് കയറട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ വിരൽ ചൂണ്ടി ആത്മാവിൽ പറയുന്നു, നീ ഇന്ന് കടന്നു പോകുന്ന ശോധന വലുതാണെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലൂസിഫറിൻ്റെ കരമല്ല. നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്താകണം, നിന്റെ ജീവിത പങ്കാളി ആരാകണം, നിന്റെ മക്കൾ എവിടെ വരെ എത്തിച്ചേരണം, നിന്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പുറകിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മുൻനിർണയമുണ്ട്, മുന്നറിവുണ്ട്. മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു, പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻ നിയമനം, ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ വിധി അല്ല, ദൈവത്തിൻ്റെ മുൻ നിയമനമാണ്. ഹൈന്ദവ ശാസ്ത്രത്തിൻ്റെ വിധി അല്ല, ഭക്തന്റെ മുൻ നിയമനം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കൊക്കെ നമ്മുടെ ഭാവി അറിയാൻ പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മതവിഭാഗത്തിലും പ്രവചനത്തോട് അസാധാരണ താല്പര്യമുണ്ട്, ഇല്ലേ? ഞാൻ ചോദിക്കുന്നു, അമ്പലത്തിൽ ആരാധന നടന്ന പുരാതനകാല ആളുകളുടെ കൂട്ടായ്മകൾ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തന്നെ നോക്കിയാൽ അമ്പലത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമുണ്ടായിരിക്കും. അമ്പലത്തിൻ്റെ പിൻഭാഗത്ത് വേലൻ തുള്ളി ഭാവി പറയുന്ന സ്ഥലമുണ്ട്. അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് ഭാഗവതം വായിക്കുന്ന സ്ഥലമുണ്ട്. ഭാഗവതം വലിയ താത്വിക കാര്യങ്ങളാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിപ്പാനുള്ളതും നല്ലതിന്, ഒന്നും നീ കൊണ്ടുവന്നിട്ടുള്ളതല്ല എന്നൊക്കെ ഗീതയിൽ ഉയരുന്ന തത്വം ഭയങ്കരമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഭാഗവതം വായിക്കുന്നിടത്ത് എത്ര പേരുണ്ടാകും? വേലം തുള്ളുന്നിടത്ത് എത്ര പേരുണ്ടാകും? വേലം തുള്ളുന്നിടത്താണോ ഭാഗവതം വായിക്കുന്നിടത്താണോ കൂടുതൽ ആൾക്കാർ കാണുക? എന്ന് പറഞ്ഞേ. പ്രവചനം പറയുന്നിടത്താണോ വചനം പ്രസംഗിക്കുന്നിടത്താണോ കൂടുതലുള്ളത്? ഇത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരു ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതൽ അവന് പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് അവൻ അങ്കലാപ്പിലെത്തുകയില്ല. അവൻ പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി ഇത് മാറ്റും. ഞാൻ ഇതിന് പറയുന്നൊരു ഉദാഹരണമുണ്ട്. മീൻകറി വെക്കാൻ അറിയാമല്ലോ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്. ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം പുരുഷന്മാരും ഇത് വെച്ച് പോകുമല്ലോ. സ്തോത്രം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനകത്ത്? വെളുത്തുള്ളിയുണ്ട്, ഇല്ലേ? മുളക് പൊടിയുണ്ട്, അല്ലേ? സ്തോത്രം. ഇതിനകത്ത് ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും കരിയേപ്പലയും ഒക്കെ അതിൽ തന്നെ വായിലിട്ട് ചവച്ചാൽ രുചിയാണോ ചവർപ്പാണോ അറിയാം. ഇത് വെളുത്തുള്ളിയൊന്നും അങ്ങനൊന്നും ചവച്ച് കഴിക്കാൻ പറ്റില്ല, ഉള്ളു കത്തും. അങ്ങനാണെങ്കിൽ ഇത് അതിൽ തന്നെ അസ്വസ്ഥതയുള്ളതാണ്. എന്നാൽ കൃത്യ അനുപാതത്തിൽ മുളക് പൊടിയോടും വെളുത്തുള്ളിയോടും അതിൻ്റെ അനുബന്ധ വസ്തുക്കളോടും മീനോടുമൊക്കെ ചേർന്ന് ഒന്ന് കുഴഞ്ഞ് വെന്ത് കുറുകി ചാറ് തയ്യാറായി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്ന പരുവത്തിലാവും.
ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾ വെളുത്തുള്ളി അതിൽ തന്നെ കഴിച്ചാൽ ഉണ്ടാകുന്ന ശോധനയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രോസസ്സിലൂടെ കയറിയിറങ്ങി കഴിയുമ്പോൾ നാളെ പറയും, എൻ്റെ ദൈവം ഇത് നന്മയ്ക്ക് ചെയ്തു എന്ന് പറയത്തക്ക വിധം മാറ്റം വരുത്തുന്ന ഒരു കരം നിന്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിൽ പറയണം, ഇന്ന് എനിക്കിത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് ഒടുവിലത്തെ ദിവസം ഇത് നന്മയാക്കി മാറ്റും. ഓ, രക്തത്താൽ ജയം, മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ സഭായോഗത്തിനും ഇതേ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലരോട് പറയാം, നിന്റെ കണ്ണുനീർ തിന്മയ്ക്കല്ല, ഇത് നിന്നെ ഒരുക്കിയെടുക്കാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. പരിശുദ്ധാത്മാവിന്ന പകൽ ആത്മാവിൽ ആരാധിക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ എൻ്റെ ദൈവം ഒരുക്കിയെടുക്കുന്ന വഴിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ അവർ കടന്നു പോയിട്ടുള്ള ശോധനകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ശാരീരിക ആരോഗ്യം കൊണ്ടും മാനസിക തലം കൊണ്ടും അസാധാരണ കരുത്തനായ ഒരു കർത്തൃദാസനെ നിങ്ങൾക്ക് സുപരിചിതനാണ്. മറ്റാരുമല്ല, ദൈവത്തിൻ്റെ ദാസൻ ഏലിയാവ്. ഇദ്ദേഹം ശാരീരികമായി കരുത്തനായിരുന്നു, മാനസികമായി കരുത്തനായിരുന്നു. സാധാരണക്കാരനല്ല. തിസ്ബിയുടെ മലഞ്ചരിവുകളിൽ പ്രാർത്ഥനാ നിരതനായിട്ട് ഒരു ദിവസം കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിനകത്തേക്ക് പാഞ്ഞു കയറി വന്ന്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് മഹാരാജാവിൻ്റെ മുൻപിൽ വിരൽ ചൂണ്ടി പറയാൻ, അവൻ്റെ കരിമ്പൂച്ചകളെ ഭയപ്പെടാതെ പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മനോബലം അസാധാരണമായിരുന്നു. മഹാരാജാവിനെ ഇടയിലൊന്ന് കണ്ടപ്പോൾ നീയും നിൻ്റെ അപ്പനുമാണ് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ പറയണമെങ്കിൽ അസാധാരണ മനോബലം വേണം. സ്തോത്രം. മനോബലത്തിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഇനി ശാരീരികമായിട്ട് എങ്ങനെയുണ്ട്? ശരീരബലം എങ്ങനെയുണ്ടെന്നറിയാൻ ആളിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നില നോക്കിയാൽ മിക്കവാറും ശാരീരിക ബലം അറിയാം. ഒരു 10 രൂപ കയ്യിൽ നിന്ന് നിലത്ത് വീണ് കഴിയുമ്പോൾ എത്ര വേഗതയിൽ മെയ്വഴക്കത്തോടെ അത് എടുക്കാൻ കുനിയുന്നുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്നറിയാം ശാരീരിക ബലത്തെ സംബന്ധിച്ച്. എന്നാൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ടാണ് ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. സാധാരണ കർത്തൃദാസന്മാർക്കൊന്നും മുഴങ്കാലുകൾക്കിടയിൽ തല പോകാൻ സാധ്യതയില്ല. കാരണം ഞങ്ങളെപ്പോലെ ഇച്ചിരി കൊടവയറിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏലിയാവിൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് ഒട്ടും വയറില്ലായിരുന്നു എന്നത് തന്നെയാണ് മുഴങ്കാലുകൾക്കിടയിൽ തല പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പലസ്തീൻ നാട്ടിലെ സ്ത്രീകൾ പ്രസവാർത്ഥം ഇരിക്കുന്ന ശാരീരിക തലത്തിൻ്റെ അസാധാരണ വേദന അനുഭവിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ് മുഴങ്കാലുകൾക്കിടയിൽ തലയിടുന്ന പ്രകൃതം. ഇനിയും ഇദ്ദേഹം ആരോഗ്യത്തിൽ ഒട്ടും മികച്ചവൻ, അതേ കുറഞ്ഞവനായിരുന്നില്ല. മഴ പ്രാർത്ഥിച്ചു വരുത്തിയതിന് ശേഷം ഇദ്ദേഹം, സ്തോത്രം, ആഹാബിനോട് പറയുന്നു, രഥം പൂട്ടി ഓടിക്കൊള്ളുക, പെരുമഴ വരുന്നു. അവൻ്റെ രഥത്തിലല്ല കയറി ഓടിയത്, അവൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടി ഓടുന്ന രാജരഥത്തിൻ്റെ മുൻപിൽ മാരത്തേൻ ഓട്ടം പാസാക്കത്തക്ക വിധത്തിൽ ഏലിയാവിൻ്റെ കൈകാലുകളിൽ വ്യാപരിച്ച ശക്തി അത് ശാരീരിക ശക്തിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ബോർമയിൽ സജ്ജമാക്കുന്ന അപ്പവും ഇറച്ചിയും കഴിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥിച്ച് കെരീത്തിലെ അനുഭവം ഏറ്റുവാങ്ങിയ ദൈവദാസ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് അസാധാരണ ശാരീരിക ബലമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ അധികാരത്തോടെ കൽപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വ്യാപരിച്ചത് ഒരു അസാധാരണ മാനസിക ബലമാണ്. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥിച്ച ആകാശത്ത് നിന്ന് തീ ഇറക്കി കഴിഞ്ഞ ഉടൻ ഇദ്ദേഹം ഒരു യുദ്ധവീരനായിട്ട് അങ്ങ് മാറി. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കിക്കൊണ്ട് അദ്ദേഹം അതിശക്തമായി പ്രതികരിച്ചു. ഇത്രയും കരുത്തുള്ള ദൈവദാസൻ അടുത്ത മിനിറ്റിൽ ആഹാബിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ചൂരച്ചെടിയുടെ തണലിലേക്ക് ഇഴഞ്ഞു കയറിയിട്ട് പറയുകയാണ്, മതി 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 മതി, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ ബലമില്ല, ഇല്ല ഇല്ല, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ ബലമില്ല, മതി, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ ബലമില്ല, ആത്മഹത്യ ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല, അതുകൊണ്ട് എടുത്തോണേ. ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിക്കുമെങ്കിലും ഉള്ളിൽ അനുഭവിക്കുന്ന
ചങ്കിൽ ഉളി പോലെ കയറുന്ന ചില വിഷയങ്ങൾക്ക് നടുവിൽ മനസ്സ് തളർന്നാണോ ഈ സഭായോഗത്തിന് വന്നിരിക്കുന്നത്? നിന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവം പറയുന്നു, കൂടപ്പറപ്പേ, നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില പദ്ധതികൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് നീ ഇന്ന് മനസ്സ് തകർന്നവനായിരിക്കുന്നു. എന്നാൽ ദൈവശക്തിയുടെ വ്യാപാരത്താൽ ദൈവാത്മാവ് പറയുന്നു, നീ സാധാരണക്കാരനല്ല, നിന്റെ പുറകിൽ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ആത്മാവിൽ ഈ മീറ്റിങ്ങിനകത്ത് നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനകത്തിരിക്കുന്ന ചില വിങ്ങുന്ന ഹൃദയങ്ങൾ കടക്കണ്ണുകൾ നനയുന്നുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അസാധാരണമായി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ മേൽ എൻ്റെ ദൈവം ഇന്ന് പകൽ അസാധാരണമായൊരു അഭിഷേകം പകരുന്നു. നീ ഇന്ന് പകൽ വെറുതെ എഴുന്നേറ്റ് പോകുകയില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാൻ നിന്റെ കണ്ണ് തുറന്നാൽ ആത്മാവിൽ പറയും, ജഡ്ജി എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലമാര്? ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ശ്രദ്ധിക്കണേ. ജാതകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ സാധാരണ ജനനത്തോട് ബന്ധത്തിൽ എഴുതാറുണ്ട്. അത് യാഥാർത്ഥ്യവുമല്ല. ക്രൈസ്തവ സഭ, വിശ്വാസ സമൂഹം അത് നോക്കുന്നത് ദൈവകോപഹേതുവാണ്, വേദവാക്യങ്ങൾ തെളിയിക്കാം. എന്നാൽ ജാതകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനനം മുതൽ മരണം വരെ ഉള്ള വ്യത്യസ്ത നക്ഷത്ര ഫലങ്ങളുടെ വെളിച്ചത്തിലുള്ള ഒരു ഘടനയാണ്. ഇനി ഏലിയാവിൻ്റെ ജാതകം ഒന്ന് എഴുതാൻ ഒന്ന് തയ്യാറായാൽ എന്തായിരിക്കും ഏലിയാവിൻ്റെ ജാതകം? ആ ഭാഷ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയാം. തിസ്ബിയുടെ മലഞ്ചരിവുകളിൽ പ്രാർത്ഥനാ നിരതനായി കർത്തൃസന്നിധിയിൽ ജാഗരിക്കണം. ദൈവിക വെളിപ്പാട് പ്രാപിച്ച് ആകാശം പൂട്ടിക്കെട്ടി താക്കോല് പോക്കറ്റിലിട്ടുകൊണ്ട് മഹാരാജാവിനെതിരെ കൽപ്പന പുറപ്പെടുവിക്കണം. കെരിയത്തിൽ കാക്കച്ചുണ്ടിൽ നിന്ന് കഴിച്ച് ഉറവക്കണ്ണികളിൽ നിന്ന് കുടിച്ച് ചില ദിവസങ്ങൾ മുൻപോട്ട് പോകണം. സരേപ്തയിലെത്തി വിധവയുടെ കലത്തിലെ മാവിൻ്റെ ഉറവയും തുരുത്തിയിലെ എണ്ണയുടെ ഉറവയും സൂപ്പർ നാച്ചുറൽ ഉറവകൾ തുറന്നു വെച്ച് ആ കുടുംബത്തിൽ അത്ഭുതം വരുത്തണം. അതിനുശേഷം ശവമടക്കാൻ കൊണ്ടുപോകേണ്ട ഒരു ഡെഡ് ബോഡിയിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ അവൻ്റെ ശരീരത്തിലേക്ക് മടക്കി വരുത്തണം. തീർന്നില്ല, 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ഒടുവിൽ സ്വന്തം ശിഷ്യൻ ഏലിശയുമായി കൈകോർത്ത് പിടിച്ച് യോർദാന്റെ അങ്ങേ കരയിലേക്ക് പോകുമ്പോൾ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുത പ്രതിഭാസമായി സ്വർഗത്തിൻ്റെ അഗ്നി അശ്വരഥങ്ങൾ ലിറ്ററലായി യോർദാന്റെ അങ്ങേ കരയിലേക്ക് ഇറങ്ങി വരണം. ഏലിയാവെന്ന പച്ച മനുഷ്യനെ അഗ്നി അശ്വത്തേരിൽ കയറ്റിയിരുത്തി ഏലിശ നോക്കി നിൽക്കെ മുകളിലേക്ക് പറന്ന് കയറണം. സ്തോത്രം. ഇന്ന് പകൽ ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്ന് മാംസരൂപത്തിൽ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന ഏക വ്യക്തിയായി ഏലിയാവ് വസിക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുന്ന കാലത്ത് അവനെ ബലപ്പെടുത്തേണ്ടതിന് മറുരൂപമലയിൽ ഒരിക്കലൊന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും തിരിച്ച് കയറിപ്പോകണം. എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡ നടക്കുന്ന സമയം പലസ്തീൻ നാട്ടിൻ്റെ മണ്ണിലേക്ക് ഇത് അക്ഷരിക ശരീരത്തിൽ ഇറങ്ങി വന്ന് അവനെതിരെ പ്രവചനം നടത്തണം. ലോകത്തിലെ സകല വെബ്സൈറ്റുകളും ഒരുപോലെ നോക്കി നിൽക്കുന്ന സമയത്ത് പലസ്തീൻ്റെ മണ്ണിൽ കിടക്കുന്ന ഏലിയാവിൻ്റെ ഡെഡ് ബോഡി കാലൂന്നി എഴുന്നേറ്റ് പറുദീസയിലേക്ക് പോകണം. യുഗങ്ങളുടെ ശുശ്രൂഷ നടത്താൻ നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറഞ്ഞ് നിർത്തട്ടെ പ്രിയരെ. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് നിയോഗത്തോടെ പറയുന്നു, അടുത്ത ദിവസം പട്ടി തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ നീ പതറാനാണോ ദൈവം നിന്നെ വിളിച്ചത്? പറുദീസയിലേക്ക് പറന്നു കയറാൻ ദൈവം പ്ലാൻ ചെയ്ത നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകത്തെ തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം.
യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. നിരാശയാധിപത്യം പുലർത്തുന്ന ചില ബന്ധനങ്ങളെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. മനസ്സുകൊണ്ട് ഡിപ്രഷൻ്റെ തലത്തിലേക്ക് പോകുന്ന ചില വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളെ എൻ്റെ ദൈവം പണിതുയർത്തുകയാണ്. സാത്താൻ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിക്കുന്നു. ഹാദൽ ഖഡഗാ ദിഗജാ ദിഗരാ ദാരഗജാദൽ ഖഡഗീ ദിഗജാ അബ്ദരഗാ ദിഗജാദൽ ഖഡഗാ ദിഗനാ ദാരഗജാ ദിഗരാജ അബ്ദൽ ഖഡഗം ചാദിഗനാദൽ ഖഡഗാ ദിഗജാ ദിഗരാജാന. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുകയാണ്. മനസ്സിൻ്റെ താളം തകർന്നാൽ ബാക്കിയെല്ലാം തകരും. എന്നോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നിയോഗം തരുന്നത് കൊണ്ട് ഈ വേദിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. രാത്രിയിലെ ഗാഠനിദ്ര ഒഴിഞ്ഞ് ഉറക്കം വരാതെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് ലഘുഭക്ഷണവും കഴിച്ച് ഉറക്കമില്ലാത്തത് കൊണ്ട് ക്ലോക്കിൻ്റെ ടിക് സൗണ്ടിന് കാതോർത്ത് പകലുകളിലെ അധ്വാനത്തിന് നടുവിൽ ഉറക്കച്ചടവുകളാൽ വ്യാപരിക്കപ്പെട്ട് മനസ്സ് തളർച്ചയിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് ചോദിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെങ്കിൽ ഈ ശോധന തിന്മയ്ക്കല്ല, ഈ ശോധന തിന്മയ്ക്കല്ല. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം ചലിക്കുന്നു. ഒരു അസാധാരണ അഭിഷേകം ചില വ്യക്തികളുടെ ശിരസിന് മീതെ ദൈവാത്മാവിന്ന് പകൽ ആത്മാവിൽ പകരുകയാണ്. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കലൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്കറിയാമോ, ഒരു തലം കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ മനസ്സിൻ്റെ വേദന കൊണ്ട് അസാധാരണമാകും. ഹാലൂസിനേഷൻ മാനസിക പ്രശ്നമാണ്. സോഷ്യൽ വിഡ്രോവൽ മാനസിക പ്രശ്നമാണ്. ഡൗട്ട് സിൻഡ്രം മാനസിക പ്രശ്നമാണ്. ബൈപ്പോളാർ ഡിപ്രഷൻ മാനസിക പ്രശ്നമാണ്. അസാധാരണ സന്തോഷം പ്രകടിപ്പിക്കുന്ന വൈകാരികത മാനസിക പ്രശ്നമാണ്. പലപ്പോഴും ഇതിൻ്റെ തുടക്കം സഹിക്കാൻ കഴിയാത്ത മനോവേദനകളിലാണ്. സഹിക്കാൻ കഴിയാത്ത ചില മനോവേദനകൾ ഉള്ളിനെ വല്ലാതെ കൊത്തി നുറുക്കിയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹൃദയം കൊണ്ട് തകർന്ന് ഉള്ളിൽ കത്തുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഒരു പ്രയർ സപ്പോർട്ട് അവർക്ക് ശക്തമായി വേണമെന്ന ദൈവാത്മാവിൻ്റെ നിയോഗം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് പരിഹരിക്കാൻ കഴിയാത്തത്, കൗൺസിലറിന് പരിഹരിക്കാൻ കഴിയാത്തത് എൻ്റെ യേശുവിന് പരിഹരിക്കാൻ കഴിയുമെന്ന ഉറപ്പ് ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിലെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് പറയാമോ, ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരികയാണ്, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ബലം തരണമേ കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ. നിത്യരക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാ. നിത്യരക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം
ഒരിക്കൽ കൂടെ നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുകിൽ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാ ജീവൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ അക്കരമുയർത്തിക്കൊണ്ടല്ലോ എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ക്രൂശും എടുത്തിനി ഞാൻ യേശുവെ പിൻചെല്ലുകയാ ഓ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകുകയാ. എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് തരുന്ന ആന്തരിക നിയോഗം, ജീവിതത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായ ചില വേദനകൾക്ക് നടുവിൽ കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ ഒഴുക്കിയ കണ്ണുനീര് വലുതായതിനാൽ മനസ്സ് തകർന്നവർ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ ഒഴുക്കിയ കണ്ണുനീർ വലുതായതുകൊണ്ട് മനസ്സ് തകർന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, അനുഭവിക്കുന്നത് അതിൽ തന്നെ ചവർപ്പ് രസമാണെങ്കിലും ഇതിൻ്റെ പ്രോസസ് കഴിയുമ്പോൾ നന്മയ്ക്കായിരിക്കും. ശലോമോന്റെ സമൃദ്ധി അവനെ നിത്യ നരകത്തിലെത്തിച്ചു. 57 കോടി രൂപയുടെ പള്ളി പണിതവൻ അഗ്നിപ്പൊയ്കയിലാണ്. ദാവീദിൻ്റെ കഷ്ടത അവനെ നിത്യതയിലെത്തിച്ചു. ഇന്ന് പകൽ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് എനിക്കുള്ള ആലോചനയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്നാഗ്രഹിക്കുന്നവർ മാത്രം അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ജയം. എല്ലാവരും എഴുന്നേൽക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ടത്. കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളെല്ലാം കൂടി എഴുന്നേൽക്കണമെന്നില്ല. പ്ലീസ്, ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഗൗരവമായിട്ടെടുക്കുക. ഈ ആത്മീയ ദൂത് എന്നോടുള്ള ദൈവശബ്ദമായിരുന്നു. ഇന്ന് പകൽ എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ശബ്ദമുയരട്ടെ. ഇതൊരു അസാധാരണ വഴിത്തിരിവിൻ്റെ പകലാണ്. അസാധാരണ വഴിത്തിരിവിൻ്റെ പകലാണ്. സ്വർഗം നിൻ്റെ വിഷയത്തിന്മേൽ ഇടപെടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ മാറാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അടുത്ത് കിടക്കുന്നവരറിയാതെ പത്രോസിൻ്റെ ചങ്ങല അഴിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ എത്തിച്ചതുപോലെ ആ ദൂതൻ ഹേരോദേസിനെ അടിച്ച് കൃമിക്കിരയാക്കത്തക്ക വിധം ഇടപെട്ടതുപോലെ ഈ പ്രാർത്ഥന ഈ ആരാധനാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി ഇടപെടുന്ന ദിവസങ്ങളായി അടുത്ത ദിവസത്തെ കർത്താവ് മാറ്റാൻ തുടങ്ങുന്നത് ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മനസ്സ് തളർന്ന് ഹൃദയം ഭാരപ്പെട്ട് ആയുസ്സിൻ്റെ ദിവസങ്ങളിലെ ഓട്ടങ്ങൾക്ക് നടുവിൽ കുഴഞ്ഞ് തുഴ കയ്യിൽ നിന്ന് പോകത്തക്ക വിധത്തിൽ മനസ്സ് കലങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ഈ ശുശ്രൂഷ കഴിഞ്ഞവർ വീട്ടിലെത്തുന്നതിന് മുൻപ്, അവരുടെ കൂടാരം തുറന്നകത്ത് കയറുന്നതിന് മുൻപ് ഒരു വിടുതലിൻ്റെ അടയാളം ഈ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് പ്രാർത്ഥിച്ചവരെ നിങ്ങൾ കൈമാറുകയാണ്. യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത് കൈയേറ്റത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസം ഇരിക്കാം. നമ്മൾ ചിന്തിച്ച ഭാഗം ഇതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. നമ്മുടെ കൊതി നിറവേറ്റാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ അവിടത്തേക്ക് കൊതിയുണ്ട്. ഗതസമനയിലെ പ്രാണവേദനയിൽ എൻ്റെ കൊതി നിറവേറ്റണേ എന്നല്ല യേശു പ്രാർത്ഥിച്ചത്, നിന്റെ ഹിതം നിറവേറ്റണേ എന്നാ. മരുപ്രയാണത്തിൽ ഇറച്ചി കഴിക്കാൻ ഉള്ള കൊതി നിറവേറ്റപ്പെട്ടതിന് ശേഷം മരുഭൂമിയിൽ അവരുടെ ശവസംസ്കാരം കൂടെ നടന്നു. ഓർക്കുക, കൊതി നിറവേറ്റിയിട്ട് മരുഭൂമിയിൽ അവസാനിക്കുന്നതിനേക്കാൾ കഷ്ടതയിൽ സഹിക്കാൻ കഴിയാത്ത ശാരീരിക അസ്വസ്ഥതകളിലൂടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി നിത്യതയിലെത്തുന്നതാണ് നല്ലത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ സഹോദരങ്ങൾക്ക്, വിശേഷിച്ച് ദൈവഭൃത്യന് ഇത്രയും നേരം കേട്ട വാത്സല്യ സഭയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.